Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന രണ്ട് സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബാത്ത് പൗഡറാണ്. ഈ ഒരു ബാത്ത് പൗഡറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ രണ്ട് സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് കഴിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ, നമ്മുടെ മുടിയിൽ, നമ്മുടെ ദേഹത്തൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണിത്. പക്ഷെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക, കൂട്ടിച്ചേർത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കഴിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുടിയിലോ അല്ലെങ്കിൽ ഫേസിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ബാത്ത് പൗഡർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാത്ത് പൗഡർ ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകളും വരകളും കറുത്ത പാടുകളെല്ലാം തേഞ്ഞു മാഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും കേട്ടോ, നല്ല പളപളാന്ന് ഇങ്ങനെ ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നിറം വർദ്ധിക്കുക അല്ലെങ്കിൽ ഒരു വെളുപ്പിക്കുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഒരു പടി മുന്നിലേക്ക് ഉയർത്തി കൊണ്ടുവരാമെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ ഒരു ബാത്ത് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സായിപ്പിനെ പോലെ അല്ലെങ്കിൽ മദാമിനെ പോലെ ആവാൻ പറ്റും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് പച്ച ചെറുപയറാണ്. അതിവിടെ ഒരു 100 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ മാത്രം മതി നമുക്കൊരു പൊടി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്, മഞ്ഞയല്ല. മുട്ടയുടെ വെള്ള മാത്രം മതി കേട്ടോ. വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് വെച്ചാൽ സ്മെല്ല് ഉണ്ടാവില്ല, നമുക്ക് ഈ ഒരു ബാത്ത് പൗഡറിൽ സ്മെല്ല് ഉണ്ടാവില്ല. മഞ്ഞ ചേർക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മഞ്ഞ ചേർക്കുന്നില്ല. നമുക്കിതിൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 മുട്ടയുടെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഇത്രയും തന്നെ നമുക്ക് ഈ ഒരു മുട്ടയുടെ വൈറ്റ് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു വൈറ്റ് പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വൈറ്റ് പോർഷൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചെറുപയറിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം കേട്ടോ. ഒരു ചെറുപയർ പോലും വിടാൻ പാടില്ല. എല്ലാ ചെറുപയറിലും നന്നായിട്ട് അങ്ങ് ഈ മുട്ടയുടെ വെള്ളം അങ്ങ് നമ്മൾ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫൈബറിൻ്റെ പ്ലേറ്റ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഈ സ്റ്റീൽ പ്ലേറ്റിനകത്ത് ഞാൻ ഈ ഒരു കൂട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ട വെള്ളം എല്ലാം അതിലങ്ങ് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിന് മീതെയായിട്ട് ഒരു സിൽവർ പേപ്പർ ഷീറ്റ് കൂടി വിരിച്ച് കൊടുക്കുന്നത്. ഫൈബറിൻ്റെ പ്ലേറ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നമില്ല, ഈ സിൽവർ പേപ്പറിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഫൈബറിൻ്റെ പ്ലേറ്റ് സുഖമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ സിൽവർ ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മീതെ ഈ ഒരു കൂട്ട് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അങ്ങ് നമ്മൾ പരത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിനെ അങ്ങ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. 2 ദിവസമാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയാനായിട്ട്. 2 ദിവസം വെച്ച് നമുക്ക് വെയിലത്ത് ഉണക്കിയെടുക്കാം. ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ഉണങ്ങി വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളതിങ്ങനെ ഒന്ന് പൊട്ടിച്ച് തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈർപ്പം കാണും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ 2 ദിവസം ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് അങ്ങ് ഉണങ്ങി വന്നിട്ടുണ്ട്. 2 ദിവസമായിട്ടോ ഈ ഒരു കൂട്ട് ഇതുപോലെ നമുക്ക് ആയി കിട്ടാനായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിനെ നന്നായിട്ട് അങ്ങ് പൊടിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതുപോലെ അങ്ങ് പൊടിച്ചു കൊണ്ടുവരികയാണ്. ഞാനിവിടെ ഒരു പൊടി ചലിക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചലിച്ച് ഉപയോഗിക്കാം. നല്ല ഫൈനായിട്ടുള്ള പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിത് ഫേസിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചലിക്കണം കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ സ്ക്രബ്ബർ പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളത് ആഴ്ചയിലോ അല്ലെങ്കിൽ ഡെയിലി ഈ വയസ്സിൽ ഈ ഒരു പൗഡർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിലത്തെ കാര്യം കേട്ടോ പറയുന്നത്. നമ്മൾ മുഖത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് ചലിച്ചെടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ ബോഡിയിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെറിയ രീതിക്ക് സ്ക്രബ് ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഫേസിൽ നമുക്കിതെന്നും നമുക്ക് ഈ സ്ക്രബ് പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ച ശേഷം നമുക്ക് ഈ ഒരു പൗഡർ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ 3 തവണയായിട്ടോ അല്ലെങ്കിൽ ഡെയിലി വേണമെങ്കിലും ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ മേൽപ്പറഞ്ഞ പോലത്തെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു പൗഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഈ ഒരു പൗഡറിനകത്തേക്ക് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് പാല്, തൈര്, റോസ് വാട്ടർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടും ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലായിക്കോട്ടെ ബോഡിയിലായിക്കോട്ടെ വെറും 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. അതിൽ കൂടുതൽ നേരം വെക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ടൈറ്റൻ ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നേരം ഇത് വെക്കേണ്ട കാര്യമില്ല. ഒരു 20 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റ് അത്രയും നേരം വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇതങ്ങ് കഴുകിക്കളയാവുന്നതാണ്.
അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ബാഡ് സ്മെല്ലും ഈ ഒരു പൗഡറിനകത്ത് ഇല്ല കേട്ടോ. നമ്മൾ എഗ് വൈറ്റാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് സ്മെല്ല് യാതൊന്നും തന്നെ ഇതിനകത്ത് ഇല്ല. നമ്മൾ പച്ച പയറുപൊടിയുടെ സ്മെല്ല് തന്നെയാണ് ഈ ഒരു ബാത്ത് പൗഡറും ഉള്ളത്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.